ഡിയർ പ്രൈസർ ഫാമിലി, വിടുതൽ നിങ്ങളെ ചുറ്റി നിൽപ്പുണ്ട്. ഇനി തേടി അലയണ്ട, അത് പ്രാപിക്കുവാൻ, പിടിച്ചെടുക്കുവാൻ റെഡിയാണോ? ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് സന്തോഷത്തോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബലത്തിൽ ഒരിക്കൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിംഗ് സ്ഥലത്ത് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒത്തിരി വിഷയങ്ങളെ മുൻനിർത്തി ഞാനായിരിക്കുന്നു, ഉപവാസത്തോടെ ഞാൻ ആയിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിലായിരിക്കുന്നു. മീറ്റിംഗ് തുടങ്ങുന്നതിന് വളരെ സമയം മുമ്പ് ഞാൻ ഓഡിറ്റോറിയത്തിനകത്തെത്തി. ഓഡിറ്റോറിയത്തിനകത്ത് വെച്ചാണ് മീറ്റിംഗ്. വളരെ പ്രതീക്ഷയോടെ എൻ്റെ ആഗ്രഹം എന്നാണ്, ഇന്ന് കർത്താവേ എന്നോട് സംസാരിക്കണം, ഞാൻ ഒത്തിരി ചോദ്യങ്ങളുമായിട്ട് ഇതിനകത്തായിരിക്കുന്നു, ഇന്ന് എനിക്ക് അതിന് ഉത്തരം തരണം, എനിക്ക് ദൈവസാന്നിധ്യം ഇതുവരെ അനുഭവിച്ചതിൽ നിന്ന് കൂടുതലായിട്ട് അനുഭവിക്കണം, എനിക്ക് വ്യക്തമായൊരു ദിശാബോധം നൽകണം. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിഷയങ്ങളുണ്ടല്ലോ കർത്താവേ, എനിക്ക് ദൈവികമായൊരു വിടുതൽ ഇന്ന് അനുഭവിക്കുവാനായിട്ട് കഴിയണം. അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഓഡിറ്റോറിയത്തിനകത്ത് പോയി ഒരു ഒഴിഞ്ഞ ഭാഗം, മീൻസ് തിരക്ക് വരാൻ സാധ്യത കുറവുള്ള ഒരു സ്ഥാനം തിരഞ്ഞെടുത്ത് കസേര മാറ്റി മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഓഡിറ്റോറിയം വൃത്തിയാക്കുവാൻ ആൾ വന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഒരുക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവം ഒപ്പമുണ്ട്. അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരെന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല. ഞാനായിരിക്കുന്ന ഭാഗത്തൊക്കെ കഴിഞ്ഞ ദിവസത്തെ പാർട്ടി കഴിഞ്ഞ മുട്ടായിത്തോടും ഒക്കെ കിടക്കൊണ്ട് അവർ പതുക്കെ വന്നെടുത്ത് അതിനെ മാറ്റി തൂത്തില്ല. ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. കുറേ നേരം കഴിഞ്ഞു, ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി, ആൾക്കാരുടെ സംസാരം കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അതിനേക്കാളുപരി ദൈവശബ്ദം കേൾക്കുവാനെന്ന വാഞ്ചയോടെ എനിക്കൊന്ന് പ്രാപിക്കണമെന്ന ആ ഒരു താല്പര്യത്തോടെ ഞാനായിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഡിറ്റോറിയം ആൾമോസ്റ്റ് ഫുള്ളായി. ഞാനിരിക്കുന്ന സ്ഥാനം മാത്രം ഏറ്റവും പുറകിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഞാനിരിക്കുന്നത്. അവിടെ മാത്രം ഒരല്പം ഫ്രീ സ്പേസ് ഉണ്ട്. ഞാൻ മുട്ടിന്മേൽ തന്നെ നിൽക്കുന്നു. ഒരു ദേവദാസൻ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. പ്രോഗ്രാം മീൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നവർ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു തുടങ്ങി. അവരുടെ കൂടെ വലിയൊരു ടീമുണ്ട്. അവരൊക്കെ വന്ന ആ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങി. തുടർന്ന് പ്രാർത്ഥിച്ച് തുടങ്ങി. കൊയർ പാട്ട് പാടുവാനായിട്ട് തുടങ്ങി. പാട്ട് പാടുന്ന സമയം ഒരു 24 വയസ്സ് വരും ഒരു സഹോദരി, താൻ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ അവിടെ നിന്ന് പറയുകയാണ്. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥനയിലാണ്, പാട്ടിലൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ നിരത്തി എനിക്കിന്ന് പ്രാപിച്ചാലേ പറ്റത്തുള്ളൂ കർത്താവേ എന്ന അറിവിലിരിക്കുമ്പോൾ ആ സഹോദരി അവളിങ്ങനെ പറഞ്ഞു. ആ ഗായക സംഘത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്, കൊയർ ലീഡ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്. ആ വ്യക്തി ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ ഇവിടെ ഒരുങ്ങി എത്തി ആയിരിക്കുന്നു. ആ വ്യക്തി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, തൻ്റെ വിഷയങ്ങൾക്ക് മറുപടി കേൾക്കുവാൻ വേണ്ടി ഇന്നായിരിക്കുന്നു. ആ വ്യക്തിയോട് പറയുവാൻ എന്നോട് ആ സഹോദരി പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അവിടെ ഭയങ്കര ശക്തമായിട്ടുള്ള മീറ്റിംഗ് നടക്കുവാൻ പോകുന്നു. ഈ സഹോദരി ഗായക സംഘത്തിലെ ഒരു സഹോദരി മാത്രമാണ്, അല്ലെങ്കിൽ കൊയർ ലീഡറായിരിക്കാം. ശുശ്രൂഷകൻ വേറെയാണ്, വലിയ പേരുള്ള പ്രശസ്തനായ ശുശ്രൂഷകനാണ്. എന്നാൽ ആ സഹോദരി പറയുന്നു, ആ സഹോദരനോട്, അതായത് എന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളോട് പറയുന്നു അത്രേ, ആ വിടുതൽ വെളിപ്പെട്ടിട്ടുണ്ട്, നീ അത് ചാടിപ്പിടിച്ചോ, നീ അത് പ്രാപിച്ചോ. എനിക്കറിയത്തില്ല, അത്രയും ആൾക്കൂട്ടത്തിനൊന്നും മനസ്സിലായില്ല. അല്ലെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്തത് ആ ക്രൗഡ് പുള്ളറായ ആ മീറ്റിങ്ങിൻ്റെ കേന്ദ്ര കഥാപാത്രമായ പാസ്റ്ററെ ആയിരിക്കാം. പക്ഷേ എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു, വിടുതൽ വെളിപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ഞാൻ കേട്ട ആലോചനകൾ, എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കേട്ട ആലോചനകളൊക്കെ അന്ന് വരെ ഇല്ലാത്ത വിധത്തിൽ ആ ആലോചനകൾ ഏറ്റെടുക്കുവാനും ആലോചനകൾ എൻ്റേതാണെന്ന് ഉറക്കെ വിളിച്ചു പറയുവാനും അതെൻ്റെ സ്വന്തമാക്കുവാനും ഞാൻ തയ്യാറായി. അഥവാ ഞാനത് ചാടിപ്പിടിച്ചു. ഞാൻ തിരികെ ആ വിടുതലുമായി കടന്നുപോയി. അന്ന് എൻ്റെ ലൈഫിനെ മാറ്റിയൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ സമസ്ത മേഖലകളിലും ദൈവം പ്രവർത്തിച്ച പ്രവൃത്തികളുടെ ഒരു സ്തോത്രം, ഒരു എന്താ പറയുക, ഒരു റിസൾട്ട് വെളിപ്പെട്ട, അല്ലെങ്കിൽ റിസൾട്ട് ഞാൻ കണ്ട ദിവസമാണ് ഇന്ന്. ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുവാൻ പോകുന്നു. എത്ര പേർ വിശ്വാസത്തോടെ പറയും, ഇന്ന് എൻ്റെ വിടുതൽ ഞാൻ പിടിച്ചെടുക്കുന്ന ദിവസമാണ്? പ്രിയ ബ്രദർ, സിസ്റ്റർ, നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് സ്ഥാനത്ത്, ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഇന്ന് നിങ്ങളുടെ വിടുതൽ നിങ്ങൾ പിടിച്ചെടുക്കുന്ന ദിവസമാണ്. റെഡിയാണോ? വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. സംഖ്യാപുസ്തകം 11:31. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിൻ്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും അങ്ങനെ
ആമേൻ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി. നോക്കൂ, ദൈവജനം നിലവിളിക്കുകയാണ്. എന്തിനാണ്? ഭക്ഷണത്തിന് വേണ്ടി. ദൈവജനത്തിൻ്റെ നിലവിളി കേട്ട് ആമേൻ ഒപ്പം ഒരുവൻ മധ്യസ്ഥത അണയ്ക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന എന്നെപ്പോലെ മോശ മധ്യസ്ഥത അണയ്ക്കുകയാണ്. ആ മധ്യസ്ഥതയുടെ ജനത്തിൻ്റെ നിലവിളിയുടെ റിസൾട്ട് എന്താണ്? ദൈവം ആമേൻ കാടയെ അയച്ചു. ജനത്തിന് ആമേൻ വേണ്ടത് ദൈവം ഒരുക്കി. എന്നാൽ വചനം പറയുന്നു, ആ വന്ന കാട നേരെ പറന്നുപോയി ജനത്തിൻ്റെ അടുക്കളയിൽ ആമേൻ പാത്രത്തിനകത്ത് വീണ് ഭാഗമാകുവാൻ തയ്യാറായില്ല. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, ആ കാട നേരെ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടാരത്തിനകത്ത് കയറി ഇന്നാ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് നിന്നില്ല. ആ കാട നേരെ പേഴ്സിനകത്ത് പോയിരുന്നില്ല. ആ കാട നേരെ വീട്ടിനകത്ത് വന്നിരുന്നില്ല. പിന്നെ ആ കാട ഇങ്ങനെ ചുറ്റി നടന്നു. തമാശ. നിൻ്റെ വിടുതൽ, യെസ്, അത് നിന്നെ സമീപിച്ചിരിക്കുക. പ്രിയ ബ്രദർ, സിസ്റ്റർ, പ്രിയ മാതാവേ, പിതാവേ, മക്കളെ, ആ വിടുതൽ നിങ്ങളെ സമീപിച്ചിരിക്കുക. റെഡിയാണോ അതിനെ ചാടിപ്പിടിക്കുവാൻ? ആ തൊഴിലെന്ന വിടുതൽ. താങ്ക് യു ലോർഡ്. നീ ജോലിയുള്ളവനായി മാറുക. ബ്രദർ, സിസ്റ്റർ, പ്രാർത്ഥിക്കുക. നീ ജോലിയുള്ളവനായി മാറുക. അതിനെ ചാടിപ്പിടിക്കുക. ശകന് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ആ സമാധാനം, ആ സ്വസ്ഥത, നീ ആഗ്രഹിക്കുന്ന ആ സ്വസ്ഥത വെളിപ്പെടുക. ആമേൻ. നീ സ്വസ്ഥമായി ഇറങ്ങുന്ന, നിൻ്റെ ഭർത്താവിനൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്ന, നിങ്ങൾ ഒരുമിച്ച് പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്ന സീസൺ വെളിപ്പെടുന്നു. താങ്ക് യു ലോർഡ്. നന്ദി യേശുവേ. പ്രാർത്ഥിച്ചു നോക്കിയോ, നിങ്ങളെ ചാടിപ്പിടിക്കുവാൻ പോവുകയാണ്. ശകനെ വിശ്വാസത്തോടെ ആ വിടുതൽ ഏറ്റെടുക്കുക. ആ സന്തോഷകരമായ ജീവിതം ഏറ്റെടുക്കുക. അതിങ്ങനെ പാറി നിൽക്കുക. ആ ചിറകടി ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. കൂടാരത്തിന് ചുറ്റി പല കോടി കാടകൾ, അതിനകത്ത് ശബ്ദം. ആ കൂടാരത്തിനകത്ത് ഇപ്പോൾ ആരൊക്കെ ആ ശബ്ദം കേൾക്കുക? വിടുതലിൻ്റെ ശബ്ദം ആരൊക്കെയോ കേൾക്കുക. ശരീരം കൊണ്ട് ആരൊക്കെയോ വിടുതൽ തിരിച്ചറിയുക. യേശുവിൻ നാമത്തിൽ ആരൊക്കെ സൗഖ്യമാകുക. ദീർഘനാളുകളായി പല നിലകളിൽ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവർ ആ രോഗത്തെ റിസീവ് ചെയ്യുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. സാമ്പത്തികമായ ബാധിപ്പുകളാൽ ബാധിക്കപ്പെട്ടായിരുന്നവർ ആമേൻ ആ റിസൾട്ട്, ആമേൻ നിൻ്റെ റിസൾട്ട് ആ ശബ്ദം കേൾക്കുന്നില്ലേ? നിൻ്റെ ഭവനത്തെ ചുറ്റുക, നിൻ്റെ തൊഴിലിടത്തെ ചുറ്റുക, നിൻ്റെ ബിസിനസ്സിനെ ചുറ്റുക. പ്രാർത്ഥനമായി ശേഖന. യേശുവിൻ നാമത്തിൽ അത് നിൻ്റെ സ്വന്തമാക്കുവാൻ ചാടിപ്പിടിക്കുക, റിസീവ് ചെയ്യുക, ദൂത് ഏറ്റെടുക്കുക. യേശുവേ, എനിക്ക് തൃപ്തി ഉണ്ടാകുവാൻ, ഞാൻ ആഗ്രഹിച്ചത് എൻ്റേതായി മാറുവാൻ ഇതാ എനിക്ക് വേണ്ടി അങ്ങയച്ച വിടുതൽ ഞാനതിനെ സ്വീകരിക്കുന്നു. റിസീവ് ചെയ്യുക. ആ ജയത്തെ മക്കളെ, നിങ്ങൾ ഒത്തിരി തവണ പരാജയപ്പെട്ട് കാണും. ഒത്തിരി തവണ നിങ്ങളുടെ പരാജയമായിരിക്കാം നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ചർച്ച ചെയ്തത്. എന്നാൽ കേൾക്ക്, നിങ്ങളുടെ ജയം ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം അത് നിങ്ങളുടെ അടുക്കലെത്തിയിട്ടുണ്ട്. ചാടിപ്പിടിക്കുക. വിശ്വാസത്തോടെ ചാടിപ്പിടിക്കുക. പ്രിയ ബ്രദർ, സിസ്റ്റർ, അത് ചാടിപ്പിടിക്കുക. മക്കളെ, അത് ചാടിപ്പിടിക്കുക. റിസീവ് ചെയ്യുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അത് വിശ്വാസത്താൽ ചാടിപ്പിടിക്കുക. ശുശ്രൂഷക ആത്മാക്കളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. നിൻ്റെ ആലയത്തിന് ചുറ്റും, നിൻ്റെ മിനിസ്ട്രിക്ക് സ്തോത്രം ചുറ്റും ആത്മാക്കളുടെ ശബ്ദം കടന്നു വരുന്ന ഒരു വലിയ കൂട്ടത്തിൻ്റെ, പെരുത്ത കൂട്ടത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. റിസീവ് ചെയ്യുക. ആമേൻ. അത് ചുറ്റി നടക്കുക. ഇനി നീ അതിനെ തേടിപ്പോണ്ട. പ്രിയ മാതാവേ, നിൻ്റെ മക്കളുടെ വിവാഹം ഇനി തേടിപ്പോണ്ട. അത് വരിക. അവരുടെ ഭാവി, ആ തൊഴിൽ, ആ അനുഗ്രഹങ്ങൾ അത് വരിക. വിശ്വം വരിക. രാജ്യങ്ങൾ വാതിലുകൾ തുറക്കുക. റിസീവ് ചെയ്യുക. യേശുവിൻ നാമത്തിൽ റിസീവ് ചെയ്ത് അത് നിൻ്റേതാക്ക്. ആമേൻ. സ്തോത്രം. ചിലർക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുന്നില്ല. അടങ്ങിയിരിക്കുവാൻ കഴിയാത്തവർ കരങ്ങളെ തട്ടി അന്യഭാഷയിൽ അതിനെ റിസീവ് ചെയ്യുക, അതിനെ സ്വീകരിക്കുക. ശേഖര. യേശുവിൻ നാമത്തിൽ ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിങ്ങൾ റിസീവ് ചെയ്യും. നോക്കൂ, 32-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ജനം എഴുന്നേറ്റ് അന്നും പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടയെ പിടിച്ചു കൂട്ടി. ജനം എഴുന്നേറ്റ് അവർ അതുവരെയുള്ള അവരുടെ ആവശ്യം ആർത്തി തീരുമാനം പിടിച്ചെടുത്തു. നീ റെഡിയായിക്കോ, പിടിച്ചെടുക്കുവാൻ റെഡിയായിക്കോ. നിൻ്റെ ആവശ്യം തീരുമാനം എത്രത്തോളം പ്രാപിക്കുവാൻ കഴിയുമോ അത്രത്തോളം, എത്രത്തോളം ഉയരുവാൻ കഴിയുമോ, എത്രത്തോളം മുൻപോട്ട് വരുവാൻ കഴിയുമോ അത്രത്തോളം. അവിടെ ഒരു വാക്ക് ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ കുറയെ പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി.
10 പറ പിടിച്ചു. ഏറ്റവും കുറഞ്ഞ് കിട്ടിയവന് 10 പറ കിട്ടി. അപ്പോൾ ഏറ്റവും അധികം കിട്ടിയവനോ കുറഞ്ഞ് കിട്ടിയവരിലേക്ക് പ്രൈസസ് കുടുംബം വേണ്ട, ഏറ്റവും അധികം കിട്ടിയവരിൽ ഒരാളായി മാറുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ചാടിപ്പിടിക്കുവാൻ റെഡിയാണോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എങ്ങനെയാണിത് സാധ്യമായി തീരുന്നത്? ഇത് സാധ്യമാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ശക്തിയേറിയ കൂട്ടായ്മയിലൂടെയും ഉപവാസ പ്രാർത്ഥനയിലൂടെയും. നിങ്ങളുടെ ഇത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ, കൂടുതൽ വിവരങ്ങൾ അറിയിക്കുക. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്കതിന് സാധ്യതയുണ്ട് കേട്ടോ, അവസരമുണ്ട്. ആമേൻ. അപ്പോൾ നിരന്തരമായ പ്രാർത്ഥന എങ്ങനെ സാധ്യമാകും? വചന ധ്യാനത്തിലൂടെ. ഈ ദിവസങ്ങളിൽ നമ്മളൊരു സ്പെഷ്യൽ യാത്രയിലാണ്. 100 ദിവസങ്ങൾ നമ്മൾ വിടുതലിൻ്റെ രഹസ്യങ്ങൾ അന്വേഷിക്കുന്ന. രാവിലെ നമ്മൾ ഒരുമിച്ചായിരിക്കും. ആ വിടുതലിൻ്റെ രഹസ്യങ്ങൾ ഓരോ ദിവസം ഓരോന്നായി നമ്മൾ തിരിച്ചറിയും, നമ്മൾ പ്രാപിക്കും. അപ്പം പ്രൈസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലൈവ് ഉണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യുക, ഒരുങ്ങുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടിവരുത്തുക. വെള്ളിയാഴ്ച സഭയിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയും. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നാൽ വിടുതലായിരിക്കും. ലൈവും ഉണ്ട്. അപ്പോൾ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവ് എന്നുള്ളത് ഈശ്വരത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യെസ്, ഇവരുടെ മുൻപ് ആ വിടുതൽ വെളിപ്പെട്ട് നിൽക്കുന്നതിനായി അടിയറങ്ങയെ സ്തുതിക്കുന്നു. ആ വിടുതൽ ഇവരുടേതായി തീരട്ടെ. തൊഴിലെന്ന വിടുതൽ, ആ വിശാലത എന്ന വിടുതൽ, ആ വർധനമെന്ന വിടുതൽ, അനുഗ്രഹമെന്ന വിടുതൽ. യേശുവിൻ നാമത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെളിപ്പെട്ട് നിൽക്കുന്ന ജോലി ഇവരുടേതായി മാറട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ ജോലിയുള്ളവരായി മാറട്ടെ. കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ കരയുന്ന സഹോദരന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ വിടുതൽ സ്വസ്ഥതയുള്ള സമാധാനമുള്ള കുടുംബജീവിതം എന്ന വിടുതൽ ഇവരുടേതായി മാറട്ടെ. മക്കളെക്കുറിച്ച് ഓർത്ത് ഭാരത്തോടെ ആയിരിക്കുന്നവർ പരാജയങ്ങൾ ജയമായി മാറട്ടെ. എക്സാമുകളിൽ മാർക്കുണ്ടാകട്ടെ, റിസൾട്ട് ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പല രാജ്യങ്ങളിലും എത്തപ്പെട്ടിട്ടും കാര്യമായൊന്നും പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നു. യേശുവേ, സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണമേ. നന്മകളുടെ മേലുള്ള അവകാശവാദങ്ങൾ അഴിയട്ടെ. ഭാര്യയും ഭർത്താവിനെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴിയട്ടെ. കുടുംബത്തിനകത്ത് സമാധാനം, കുടുംബത്തിനകത്ത് സ്വസ്ഥത. യെസ്, യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും വഴിയട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാന വ്യഭിചാര വൃക്കുത്തുകൾ നീങ്ങിപ്പോട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കളില്ലാത്തവർ വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. അങ്ങ് കൂടിയിരിക്കും. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് മുന്നേറുവാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക. മറക്കണ്ട. എന്നാൽ നാളെ രാവിലെ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ചനായിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.